ജനതാദൾ സെക്യുലർ, ദേവഗൗഡയുടെ ജനതാദൾ സെക്യുലർ അങ്ങ് കർണാടകയിൽ ഇപ്പോൾ വലിയ പാർട്ടിയൊന്നും അല്ലെങ്കിൽ പോലും ഒരു കാലത്ത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായിരുന്ന ജനതാദൾ സെക്യുലർ കേരളത്തിലും അത്യാവശ്യം ശക്തമായി വേരോട്ടമുള്ള ഒരു പാർട്ടി തന്നെയാണ് ജനതാദൾ സെക്യുലർ. എന്നാൽ കർണാടകയിൽ BJP-യോടൊപ്പം സഖ്യകക്ഷിയായി ദേവഗൗഡയും തൻ്റെ JDS-ഉം ചേർന്നപ്പോൾ കേരളത്തിൽ JDS-ലെ ചില മന്ത്രിമാർ ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഉള്ളതുകൊണ്ട് അത് പ്രതിപക്ഷം കാര്യമായ രീതിയിൽ വലിയ ചർച്ചാ വിഷയമാക്കിയപ്പോൾ പാർട്ടിക്കും JDS-നും ദോഷമില്ലാത്ത തരത്തിലേക്ക് അത് പരിഹരിക്കുവാൻ വേണ്ടി പലതവണ ശ്രമിച്ചെങ്കിലും വിഫലമായതിൻ്റെ ഒടുവിൽ JDS കേരള ഘടകമായി ചുരുങ്ങുന്നു. കേരളത്തിൽ അവർ പുതിയ മേച്ചിൽപ്പുറങ്ങളൊന്നും തേടിപ്പോയില്ല, ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിലയുറച്ചു നിൽക്കുന്നു. ചിറ്റൂർ MLA-യും മന്ത്രിയുമായ കൃഷ്ണൻകുട്ടി തന്നെ JDS-ന്റെ മുഖമായി മന്ത്രിസഭയിൽ തെളിഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ചില പടലപ്പിണക്കങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം മൂല കാരണമാകട്ടെ CPM-ഉം NCP-യുമാണ്. എന്ന് വെച്ചാൽ NCP-യിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉൾപാർട്ടി പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം CPM ആണല്ലോ. CPM-നെതിരായുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ ഘടകകക്ഷികൾക്ക് വലിയ ക്ഷീണമുണ്ടാകുന്നു. ആ ഘടകകക്ഷി പാർട്ടികളെയും വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തിവിടുന്ന തരത്തിലേക്കുള്ള പ്രവണതകളും പ്രവൃത്തികളുമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൂടാതെ NCP-യെയും ജനതാദളിനെയും എല്ലാം പരിഗണിക്കാതെ ഒഴിവാക്കി നിർത്തുന്ന അല്ലെങ്കിൽ അവഗണിച്ച് മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയും അവിടെ നടക്കുന്നുണ്ട്. NCP-യിൽ PC ചാക്കോ ഏകപക്ഷീയമായി നിന്നുകൊണ്ട് പാർട്ടിയെ കോൺഗ്രസിനോടൊപ്പം കൊണ്ടുപോകുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് AK ശശീന്ദ്രൻ പറയുമ്പോൾ, ജനതാദളിൽ ഇവിടെ മന്ത്രി കൃഷ്ണൻകുട്ടി ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയും ഒപ്പം പാർട്ടിക്കുള്ളിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരായ മാത്യു ടി തോമസും ജോസ് തെറ്റയിലും അദ്ദേഹത്തിന് എതിരായി നിന്നുകൊണ്ടുള്ള മറ്റു ചില ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NCP-യിലുള്ള തർക്കം എന്താണ് എന്നതാണ് ജനതാദളിലും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. NCP-യിലെ തർക്കം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ MLA-മാരായി വിജയിച്ചു വന്ന NCP-യിൽ തോമസ് കെ തോമസും AK ശശീന്ദ്രനും 2.5 വർഷ കാലയളവിൽ മന്ത്രിസ്ഥാനമെന്ന തീരുമാനമെടുത്ത മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവണത ആ രീതിയിലുള്ള ഘടകകക്ഷികൾക്ക് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ജനതാദളിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്നത്? കൃത്യമായി പറഞ്ഞാൽ മന്ത്രി കൃഷ്ണൻകുട്ടി രാജിവെക്കണം എന്ന് സാരം. 2.5 വർഷം പൂർത്തിയായിരിക്കുന്നു, അദ്ദേഹം രാജിവെച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ PC ചാക്കോ എടുക്കുന്ന നിലപാട് പോലൊരു നിലപാട് മാത്യു ടി തോമസിനും ജോസ് തെറ്റയിലും എടുക്കേണ്ടതായി വരും. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ജനതാദളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവായ നീലലോഹിതദാസ് നാടാർ. മാത്യു ടി തോമസും ജോസ് തെറ്റയിലും നീലലോഹിതദാസ് നാടാറും ഒരു ഭാഗത്ത്, ചിറ്റൂർ MLA കൃഷ്ണൻകുട്ടി മറുഭാഗത്ത്. ഈ ആവശ്യങ്ങളൊക്കെ കാര്യമായി ഉന്നയിച്ചിട്ടും കൃഷ്ണൻകുട്ടി ഒരു അണുവിട ചലിക്കാത്തതിലുള്ള രോക്ഷവും വിമർശനവും കാര്യമായ രീതിയിൽ ഉയർത്തുന്നുണ്ട് ജനതാദൾ. അതുകൊണ്ട് തന്നെയാണ് ജോസ് തെറ്റയിലിൻ്റെയും മാത്യു ടി തോമസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ വലിയൊരു യോഗം വിളിച്ചു ചേർത്ത ഈ വിഷയങ്ങളെല്ലാം അവിടെ ഉന്നയിച്ച് അവർ ഒരു ധാരണയിലേക്ക് എത്തണമെന്ന ആവശ്യം ശക്തമാക്കുന്നത്. തിരുവല്ലയിൽ കൂടിയ യോഗത്തിലെ പ്രധാന ഉദ്ദേശം ജനതാദൾ രണ്ടായി പിളർന്നുകൊണ്ട് ഒരു വിഭാഗം UDF പക്ഷത്തേക്ക് മാറുക എന്നുള്ളതാണ്. അതായത് NCP-യിൽ സംഭവിക്കാൻ പോകുന്നത് തന്നെ. CPM പരിഗണിക്കാത്തതും CPM-നെതിരായുള്ള വലിയ ആരോപണങ്ങളുമെല്ലാം ഘടകകക്ഷികൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഘടകകക്ഷികളെ പിളർത്തുന്ന രീതി, ഇതെല്ലാം ഇപ്പോൾ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ്. NCP-യെ സംബന്ധിച്ച് NCP-യുടെ PC ചാക്കോ കോൺഗ്രസിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നു എന്നാണ് AK ശശീന്ദ്രൻ പറയുന്നത്. അതുകൊണ്ട് AK ശശീന്ദ്രന് മുൻപിൽ ഒറ്റ തീരുമാനമേ ഉള്ളൂ, മന്ത്രിസ്ഥാനം തന്നെ തുടരുവാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ NCP പിളർത്തുക, എന്നിട്ട് AK ശശീന്ദ്രൻ വിഭാഗവുമായി മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ആർക്കും മന്ത്രിസ്ഥാനം ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇവിടെ കൃഷ്ണൻകുട്ടിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഭാഗം നേതാക്കന്മാർ പറഞ്ഞത് മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു. അവിടെയും AK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു അഭിപ്രായമാണ് ജോസ് തെറ്റയിലും മാത്യു ടി തോമസും പറയുന്നത്. അതായത് കാര്യം ശരിയാണ്, ജനതാദൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ജനതാദളിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അധികാരവും അവകാശവും മുഖ്യമന്ത്രി പിണറായി വിജയനില്ല. അദ്ദേഹത്തിന് CPM വിഷയത്തിൽ തീരുമാനമെടുക്കാം. ഇവിടെ പാർട്ടി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. അതായത് നീലലോഹിതദാസ് നാടാറും മാത്യു ടി തോമസും ജോസ് തെറ്റയിലും അടങ്ങുന്ന നേതൃനിര.
മുൻ മന്ത്രിയായ മാത്യു ടി തോമസ് അടക്കമുള്ള നേതൃനിര ശക്തമായ കൃഷ്ണൻകുട്ടിക്കെതിരായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും 2.5 വർഷ കാലയളവിന് ശേഷം അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കേണ്ട തരത്തിലേക്ക് സമ്മർദ്ദമുറുകയാണ്. എന്നാൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ പിണറായി വിജയന്റെ ചിറകനടിയിൽ ഇരുന്നു കൊണ്ട് വിജയകരമായ 5 വർഷം പൂർത്തീകരിക്കാമെന്ന തന്ത്രപരമായ നീക്കത്തിനും ചില നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട് അദ്ദേഹം. അവിടെയാണ് പാർട്ടി പിളരുന്നു എന്ന പുതിയ തലത്തിലേക്ക്, അല്ലെങ്കിൽ പാർട്ടിയെ പിളർത്തുക എന്ന പുതിയ തലത്തിലേക്ക് നേതൃത്വം തീരുമാനമെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് കൃഷ്ണൻകുട്ടിക്ക് മാറിയേ മതിയാകും. അതായത് NCPയിൽ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം ലഭിക്കാതിരിക്കുവാൻ വേണ്ടി പാർട്ടി പിളർത്തുമെന്ന് AK ശശീന്ദ്രൻ പറയുമ്പോൾ ആർക്കും മന്ത്രിസ്ഥാനം ലഭിക്കാത്ത തരത്തിലേക്ക് പോകുന്നത് പോലെ CPM ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം അനുഭവിക്കുന്നത് ഇപ്പോൾ ഘടകകക്ഷികളാണ്. പ്രധാനമായും NCPയെ പോലെ, ജനതാദളിനെ പോലെ ചെറു പാർട്ടികൾ. അവർ ആകെ 1-2 ജില്ലയിൽ മാത്രമായിരിക്കും ശക്തി പ്രാപിച്ചു നിൽക്കുന്നത്. ആ ജില്ലയിലും അവർ തകർന്നടിച്ചു പോകുന്ന തരത്തിലേക്ക് പിളർന്ന് ഇല്ലാതാവുകയാണ്. വളരും തോറും പിളരും തോറും വളരും എന്നത് കേരള കോൺഗ്രസിന് മാത്രം ചേരുന്ന ഒരു ആപ്തവാക്യമാണ് എന്ന തരത്തിലേക്കാണ് മറ്റ് ഘടകകക്ഷികളുടെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ സ്ഥിതിവിശേഷം ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഒരു തലത്തിൽ അത് കേരള കോൺഗ്രസിനെയും ബാധിക്കും എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. എന്തായാലും ഇവിടുത്തെ വിഷയത്തിൽ NCPയും ജനതാദളും നേരിടുന്നത് ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ്. അവർ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രതിസന്ധികൾ ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെ അന്ത്യവും ഒരുപോലെ തന്നെ ആകുവാനുള്ള സാധ്യതയും ഏറെയാണ്. കാത്തിരുന്ന് കാണണം പിളർന്ന് എവിടെ വരെ പോകും CPMനുള്ളിലെ ഈ ഘടകകക്ഷികളെന്ന്.